നമസ്കാരം, ചായക്കൂട്ടിലേക്ക് സ്വാഗതം. അഭിനയകലയെ ഒരുപക്ഷെ ഏറ്റവും സൂക്ഷ്മമായി പ്രകടിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം. മിഴാവിൻ്റെ താളവും നേത്രാഭിനയത്തിൻ്റെ സാധ്യതകളും അതുപോലെ ഈ കലാരൂപത്തെ വളരെ ചാരുതയുള്ള ഒരു നാടകരൂപമായി മാറ്റുന്നു. ഇതിലെ സ്ത്രീയുടെ ശാഖയായ നങ്ങ്യാർകൂത്ത് ഒരു വളരെ ശക്തമായ ഒരു ശാഖയായി, കൂടിയാട്ടത്തിൻ്റെ ശാഖയായി വളർന്നിരിക്കുന്നു. കൂടിയാട്ടത്തിലെ ഒരു പ്രമുഖ കലാകാരിയായ ശ്രീമതി ഉഷ നങ്ങ്യാരാണ് നമ്മുടെ അതിഥി. സ്വാഗതം ചെയ്യാം ഉഷ നങ്ങ്യാർ. സ്വാഗതം ചേച്ചി. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ഒരു കല വളരുമ്പോൾ അതിന് പല മാറ്റങ്ങളും ഉണ്ടാകും. അത് മാറുന്ന പ്രേക്ഷക അഭിരുചിക്കനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുമുള്ള ലോകത്തുള്ള മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കലാകാരൻ തരം പുതുമ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കാം. അപ്പോൾ ആ കലയിൽ ഒരുപാട് കലർപ്പുകളും പലതും വരും. പക്ഷെ കൂടിയാട്ടം പലപ്പോഴും ഒരു ചെറിയ സമുദായത്തിലും ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ ഒതുങ്ങിയ ഒരു കലയാണ്. അപ്പോൾ നമുക്ക് കൂടിയാട്ടത്തിൽ അധികം കലർപ്പ് വന്നിട്ടില്ല. ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കലയാണ്. അങ്ങനെ നമുക്ക് പറയാമോ? അതിൻ്റെ തനിമ നിലനിന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും? ഏറെക്കുറെ കൂടിയാട്ടത്തിൻ്റെ തനിമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടിയാട്ടം എന്ന കലാരൂപം ക്ഷേത്രത്തിനകത്ത് മാത്രം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ കീഴിൽ അവരുടെ സംരക്ഷണത്തിൽ വളർന്നു വന്നിരുന്ന ഒരു കലയായതുകൊണ്ട് മാത്രമല്ല, കർക്കശമായ ചിട്ടകളോടുകൂടി ചടങ്ങുകളോടുകൂടി ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട് പുലർന്നു പോന്നിരുന്നതായതുകൊണ്ട് കൂത്തിലും കൂടിയാട്ടത്തിലും കാര്യമായ മാറ്റം എന്ന് പറയുന്നത് അധികം നടക്കാൻ സാധ്യത കുറവാണ് മുൻ സമയങ്ങളിൽ. പക്ഷേ ക്ഷേത്രത്തിനകത്ത് നിന്ന് പുറത്തു വന്നതിന് ശേഷം കൂത്ത് കൂടിയാട്ടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ ചിട്ടകളും ചടങ്ങുകളുമൊക്കെ മാറുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ തനിമ വിട്ടുപോകാതെ തന്നെ പരമാവധി കാത്തു സൂക്ഷിക്കാൻ കലാകാരന്മാർ ഇന്നും ശ്രമിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ അഭിരുചി മാത്രം കണക്കാക്കാതെ, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഉൾക്കൊള്ളാവുന്ന അത്രയും കാര്യങ്ങളെ ഉൾക്കൊണ്ട് തന്നെ കൂടിയാട്ടത്തിൽ ഇപ്പോഴും അതിൻ്റെ ചിട്ടകളെയും ചടങ്ങുകളെയൊക്കെ ഒരു വിധത്തിൽ സംരക്ഷിക്കുന്നുണ്ട്. ചേച്ചിയുടെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ചാത്തക്കുടം കൃഷ്ണൻ നമ്പ്യാരാണ് അച്ഛൻ. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ചേച്ചി കൂടിയാട്ടം പഠിച്ചു തുടങ്ങിയത്. അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന കൂടിയാട്ടത്തിൻ്റെ കുലപതി അദ്ദേഹമായിരുന്നു പ്രധാന ഗുരു. അതിനുശേഷം അമ്മന്നൂർ കുട്ടൻ ചാക്യാർ, ഇവരുടെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ ഈ വളരെ മഹാസ്തംഭങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഇവരുടെ അടുത്ത് പഠിച്ചിരുന്ന ആ ഒരു അനുഭവം ഒന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ചാത്തക്കുടം കൃഷ്ണൻ നമ്പ്യാർ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ കൂത്തിനും കൂടിയാട്ടത്തിനും പഠനം ആരംഭിക്കുന്നത്. മാത്രമല്ല, ട്രഡീഷണൽ ഫാമിലിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എന്നെ ഇതിലേക്ക് ചേർക്കാൻ അച്ഛൻ ആഗ്രഹം തോന്നിപ്പിച്ചത്. ആദ്യം പക്ഷേ മാധവ ചാക്യാരുടെയും കുട്ടൻ ചാക്യാർ ആശാന്റെയും അടുത്ത് പോകുന്നതിന് മുമ്പ് പൈങ്കുളം രാമചാക്യാർ, അതായത് കൂത്തിനെയും കൂടിയാട്ടത്തിനെയും ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുവന്ന യശശരീരനായ പൈങ്കുളം രാമചാക്യാർ ആശാന്റെ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് ആദ്യമായി പൈങ്കുളത്ത് കുടലാറ്റുപുറത്ത് മനക്കൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എൻ്റെ അരങ്ങേറ്റം നടത്തുന്നത്. അത് വെറും 3-4 ദിവസത്തെ ഒരു ട്രെയിനിങ് തന്നിട്ട് കൂടിയാട്ടത്തിലെ ഒരു വളരെ ചെറിയ ഒരു കഥാഭാഗം പഠിപ്പിച്ച് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അത് 79-ന്റെ അവസാനത്തിൽ ഡിസംബറിലൊക്കെയാണ് സംഭവിച്ചത്. പിന്നീട് 1980-ലാണ് ഇരിങ്ങാലക്കുട അമ്മന്നൂർ മാധവ ചാക്യാരുടെ കീഴിൽ അമ്മന്നൂർ കുട്ടൻ ചാക്യാരുടെയും മാധവ ചാക്യാരുടെയും കീഴിൽ അഭ്യസിക്കാൻ തുടങ്ങിയത്. 82-ല് അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലം എന്ന പേരിൽ ശ്രീ വേണുജിയുടെ നേതൃത്വത്തിൽ ഒരു ഗുരുകുലം ആരംഭിക്കുകയും അവിടുത്തെ ആദ്യത്തെ വിദ്യാർത്ഥിനിയായി ചേരാൻ എനിക്കൊരു അവസരം ഉണ്ടാവുകയും ചെയ്തു. അമ്മന്നൂർ കുട്ടൻ ചാക്യാരാണ് ആദ്യത്തെ 4-5 വർഷത്തോളം കൂത്തും കൂടിയാട്ടവും അഭ്യസിപ്പിച്ചത്. അതിനുശേഷമാണ് അമ്മന്നൂർ മാധവ ചാക്യാരുടെ കളരിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് അവസരം വന്നത്. 84-ലാണ് നങ്ങ്യാർകൂത്ത് പഠിച്ചു തുടങ്ങുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഔപചാരിക വിദ്യാഭ്യാസം
സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദം നേടി. അപ്പൊ അതിനുശേഷമാണ് ഗുരുകുലത്തിൽ മുഴുവനായി നിന്ന് പഠിക്കാൻ തുടങ്ങിയത് അല്ലേ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 90കളിലാണ് താങ്കൾ ഈ രംഗത്ത് സജീവമാകുന്നത് പഠനത്തിന് ശേഷം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ നങ്ങ്യാർകൂത്ത് വളരെ ശക്തമായി പ്രവേശിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. ഒരു അവഗണനയുടെ തലത്തിൽ നിന്ന് ശരിക്കും ഒരു ശ്രദ്ധ നേടുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഈ ഒരുപക്ഷെ ഇന്നത്തെ കലാകാരികൾക്ക് കിട്ടുന്നതിനേക്കാളും താങ്കളുടെ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു വളരെ നല്ല ഒരു സമയത്തായിരുന്നു അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും ഹരീഷ് പറഞ്ഞത് 100% ശരിയാണ്. പ്രത്യേകിച്ചും നങ്ങ്യാർകൂത്തിന് ഒരു പുനരുദ്ധാരണം വരുന്ന സമയമെന്ന് പറയുന്നത് ഈ 80കൾക്ക് ശേഷം തന്നെയാണ്. പൈങ്കുളം രാമചാക്യാരാശാൻ കൂത്തിനെയും കൂടിയാട്ടത്തിലെയും പുറമേക്ക് കൊണ്ടുവരികയും തുടർന്ന് സ്ത്രീവേഷങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുള്ള കൂടിയാട്ടങ്ങൾ കണ്ടെത്തി ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുകയും കലാമണ്ഡലത്തിൽ 2-3 വിദ്യാർത്ഥികൾ അക്കാലത്ത് കലാമണ്ഡലം ഗിരിജ, ശൈലജ, സതി എന്നുപേരുള്ള 3 പേര് അവിടെ ചേർന്ന് കൂടിയാട്ടത്തിലെ സ്ത്രീ പാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഭാഗങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇവരായിരിക്കാം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ലാത്ത ആൾക്കാർ. അതെ, അവരാണ് ആദ്യം ഇത് ചെയ്ത്. കലാമണ്ഡലം ഗിരിജയാണ് ആദ്യം നങ്ങ്യാർ കമ്മ്യൂണിറ്റിയിലല്ലാത്ത ഒരു കലാകാരി ഈ രംഗത്തേക്ക് വരുന്നത്. ഇങ്ങനെ നങ്ങ്യാർ കൂടിയാട്ടത്തിന്റെ സ്ത്രീ സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം വന്നു തുടങ്ങിയതിന് ശേഷമാണ് നങ്ങ്യാർകൂത്ത് എന്നൊരു കലാരൂപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുകയും, നങ്ങ്യാർകൂത്ത് പക്ഷെ അന്നും ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഒന്നാണ്. അതായത് കേരളത്തിലെ നമ്പ്യാർ കുടുംബങ്ങളുടെ സ്ത്രീകൾ പല ക്ഷേത്രങ്ങളിലും നങ്ങ്യാർകൂത്ത് അടിയന്തരമായിട്ട് എല്ലാ വർഷവും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പേരിന് മാത്രം അത് അവതരണം നടക്കുകയും വിശദാംശങ്ങളൊക്കെ നഷ്ടപ്പെട്ട്, കാഴ്ച നഷ്ടപ്പെട്ട് അത് അനുഷ്ഠാനത്തിന് മാത്രം അല്ലെങ്കിൽ ചടങ്ങായി മാത്രം പോന്നിരുന്ന ഒരു കാലഘട്ടമാണ്. 80കൾക്ക് ശേഷം തന്നെയാണ്, ഒരുപക്ഷെ 83-84 കാലഘട്ടത്തിലായിരിക്കും നങ്ങ്യാർകൂത്ത് ആദ്യമായിട്ട് പുറത്ത് ചെയ്യുന്നത് തന്നെ. അത് പിന്നീട് ഞാൻ 84ലാണ് നങ്ങ്യാർകൂത്ത് ചൊല്ലിയാടാൻ തുടങ്ങിയത് എന്ന് പറയാം. അതായത് പുറപ്പാട് എന്ന് പറയുന്നത് നങ്ങ്യാർകൂത്തിന്റെ പുറപ്പാട് തന്നെയാണ് ഞങ്ങൾ ആദ്യം പഠിക്കുക. അതിനുശേഷം പിന്നീട് ശ്രീകൃഷ്ണ ചരിതം എന്ന ടെക്സ്റ്റ് വിസ്തരിച്ച് അഭിനയിച്ചു വരുന്നത് ഈ 84 കാലഘട്ടത്തിലാണ്. ശ്രീകൃഷ്ണ ചരിതത്തെ കുറിച്ച് പറയുമ്പോൾ നങ്ങ്യാർകൂത്ത് കൂടിയാട്ടത്തിന്റെ തന്നെ ഒരു സ്ത്രീകൾ ചെയ്യുന്ന ഒരു ശാഖയാണ് നങ്ങ്യാർകൂത്ത്. അപ്പൊ ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് 10ാം നൂറ്റാണ്ട് വരെ അതിന് ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് പറയാം. കുലശേഖരവർമ്മൻ എന്ന നാടകകൃത്ത് സുഭദ്ര ധനഞ്ജയം നാടകം കൂടിയാട്ടത്തിൽ ചിട്ടപ്പെടുത്തിയപ്പോൾ പിന്നെ അതിനുശേഷം അദ്ദേഹം ഒരു നങ്ങ്യാരെ സ്നേഹിച്ച് അവരെ കല്യാണം കഴിച്ചു. പക്ഷെ ആ നങ്ങ്യാർക്ക് അവര് ഒരു അതിനുശേഷം അവരെ ഇത് ചെയ്ത് നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുന്നതിൽ നിന്ന് നിർത്തി അപ്പോഴത്തെ സമൂഹം. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം സുഭദ്ര ധനഞ്ജയത്തിന്റെ ഒരു അപ്പൻഡിക്സ് ആയിട്ട് ശ്രീകൃഷ്ണ ചരിതം ഇല്ലേ അവതരിപ്പിച്ചത്. അപ്പൊ അത് മുതലാണ് ശ്രീകൃഷ്ണ ചരിതമാണ് കൂടുതലായിട്ടും ഒരു അനുഷ്ഠാനമായിട്ട് നങ്ങ്യാർകൂത്തിൽ ചെയ്തു പോകുന്നത്. അതിനുശേഷമാണ് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ നിങ്ങളെ പോലെയുള്ളവർ റിവൈവ് ചെയ്ത് പുനരുജ്ജീവിച്ച് കൊണ്ടുവന്നത് അല്ലേ? അതെ, നങ്ങ്യാർകൂത്ത് അടിസ്ഥാനപരമായിട്ട് ശ്രീകൃഷ്ണ ചരിതമാണ് ചെയ്തു വരുന്നത്. കുലശേഖരവർമ്മൻ നാടകാഭിനയത്തില് വൈദഗ്ധ്യം കണ്ടിട്ട് നങ്ങ്യാരെ വിവാഹം കഴിക്കുകയും ആ നങ്ങ്യാർക്ക് സ്വാഭാവികമായും ക്ഷേത്രങ്ങൾക്കകത്ത് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് ഇല്ലാതെ ആവുകയും ചെയ്ത അവസരത്തിലായിരിക്കാം അദ്ദേഹം ശ്രീകൃഷ്ണചരിതം എഴുതിയുണ്ടാക്കിയിട്ടോ അതോ എഴുതിപ്പിച്ചിട്ടോ മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിപ്പിച്ചിട്ടോ തൻ്റെ നാടകമായ സുഭദ്രാ ധനഞ്ജയവുമായി കൂട്ടിച്ചേർത്ത് തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ശ്രീകൃഷ്ണചരിതം നങ്ങ്യാർകൂത്തിനെ അവതരണ അവകാശം കൊടുക്കുകയും അതിനുവേണ്ട എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തത് അദ്ദേഹമാണെന്ന് ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ സ്ത്രീ ഒരു സജീവ സാന്നിധ്യമാണ് ഇന്ന് കൂടിയാട്ട വേദിയിലും നങ്ങ്യാർകൂത്ത് വേദിയിലും. പക്ഷെ ഒരു സമയത്ത് ചില കൂടിയാട്ടം പ്രൊഡക്ഷൻസിൽ സ്ത്രീ ഒരു വിളക്കായി സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റൂളിൽ തുണി ചുറ്റിയിട്ട് ഇതാണ് സ്ത്രീ, ഇതാണ് മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പോൾ അത് അന്നത്തെ ഒരു സമൂഹത്തിന്റെ ഒരു ചുറ്റുപാടുകളിൽ നിന്നാണോ അതുണ്ടായത്? തീർച്ചയായിട്ടും അതെ. നമുക്ക് പഴയ കാലത്തെ ഇപ്പം ആട്ടപ്രകാരങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആട്ടപ്രകാരങ്ങളിലും ക്രമദീപികകളും കാണുകയാണെങ്കിൽ
മാത്രമല്ല നാം കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്കൃത നാടകങ്ങളെ വിശദമായിട്ട് ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, സ്ത്രീ പാത്രങ്ങൾക്ക് അഭിനയിക്കാൻ നിരവധി സാധ്യതകൾ കൂടിയാട്ടത്തിലുണ്ട്. മാത്രമല്ല 2000 വർഷത്തോളം പഴക്കമുണ്ട് ഈ കലാരൂപങ്ങൾക്ക് എന്ന് നമ്മൾ വാക്കാൽ ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീക്കും പുരുഷ കഥാപാത്രങ്ങൾക്കൊപ്പം രംഗത്ത് നിൽക്കാനുള്ള സാധ്യതയും അതുപോലെ പ്രസക്തിയും ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ഏത് കാലത്താണ് ഇതില്ലാതെയായി പോയതെന്നും ഏതോ ഒരു സന്ദർഭത്തിൽ സ്ത്രീ പാത്രങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതെ ഒരു വശത്തേക്ക് മാറ്റപ്പെട്ട ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ ഒഴിവാക്കപ്പെടലായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു പക്ഷേ സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ അന്നത്തെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ സംഭവിച്ചതാവാം. അല്ലെങ്കിൽ പ്രത്യേകിച്ചും എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം, ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറി ഇപ്പോൾ ഒരു സ്ത്രീക്ക് ക്ഷേത്ര പരിസരത്ത് 28 41 ദിവസം അല്ലെങ്കിൽ 15 30 ദിവസം താമസിക്കേണ്ടി വരുമ്പോഴത്തെ കുടുംബം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കാരണം. മാത്രമല്ല വേദികളുടെ കുറവ്, ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രതിഫലക്കുറവ്, ഇതുകൊണ്ടൊക്കെ ആദ്യം കോട്ടം വന്നത് സ്ത്രീവേഷങ്ങൾക്കും മിഴാവിനുമാണ്. പിന്നീടാണ് പുരുഷ കഥാപാത്രങ്ങളെ അത് ബാധിക്കുന്നുള്ളൂ. ഇപ്പോൾ പുരുഷ കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ടും അവരിലും എണ്ണങ്ങൾ ചുരുങ്ങി തുടങ്ങി പതുക്കെ. അങ്ങനെ ചടങ്ങ് മാത്രമായി നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കൂടിയാട്ടം പുറത്തേക്ക് വരുന്നത്. 90കളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റേജില് ലാഭേച്ഛയില്ലാതെ ഈ കൂടിയാട്ടത്തിനെയും നങ്ങ്യാർകൂത്തിനെയും പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള മറ്റ് ആചാര്യന്മാരെ കുറിച്ച് പറയുന്നു. പൈങ്കുളം രാമചാക്യാരാശാനാണ് കൂത്തും കൂടിയാട്ടവും ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുവന്ന ആദ്യത്തെ ആള്. അദ്ദേഹത്തിന്റെ ഒപ്പം മിഴാവിന് എൻ്റെ അച്ഛൻ ചാത്തക്കുടം കൃഷ്ണൻ നമ്പ്യാർ ആണ് സഹായമായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കേരള കലാമണ്ഡലത്തിൽ 65-ൽ കൂടിയാട്ടത്തിന് ഒരു കളരി ആരംഭിക്കുകയും ആ കളരിയിൽ അദ്ദേഹം കൂടിയാട്ടത്തിന്റെ ചുമതല വഹിച്ച് അവിടെ പഠിപ്പിക്കുകയും ചെയ്യാണ്. അതിനൊപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന മിഴാവിന്റെ ആചാര്യനായിട്ടുള്ള PK നാരായണൻ നമ്പ്യാർ, അദ്ദേഹമാണ് കലാമണ്ഡലത്തിലെ മിഴാവിന്റെ തലവനായിട്ട് അവിടെ വരികയും അദ്ദേഹം ഇതര ആളുകളെയൊക്കെ മിഴാവ് പഠിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയത്. അപ്പൊ അക്കാലത്ത് കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു ബാച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഗുരുനാഥൻ അമ്മന്നൂർ മാധവ ചാക്യാർ, അതുപോലെ അമ്മന്നൂർ കുട്ടൻ ചാക്യാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഒരുപാട് പേരെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ നങ്ങ്യാർകൂത്ത് എന്ന കലാരൂപത്തിനെ ക്ഷേത്രത്തിനകത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ അന്നത്തെ കുടുംബങ്ങൾ സഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒട്ടും പ്രതിഫലമില്ലാതെ ഇന്നും ജീവിച്ചിരിക്കുന്ന 2-3 വയസ്സായ നങ്ങ്യാരമ്മമാര് നമുക്കുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കഠിനമായ പ്രയത്നം ആവശ്യമുള്ള ഒരു കലാരൂപമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മണ്ടോദരി എന്ന പ്രമുഖമായ നങ്ങ്യാർകൂത്തിൻ്റെ പീസിൻ്റെ വിഷ്വലൈസേഷൻ നമുക്കിപ്പോൾ കാണാം.
ഇതിൽ നങ്ങ്യാർകൂത്തിൽ പ്രധാനമായും നമ്മൾ പറയേണ്ടത് പകർന്നാട്ടം, നേത്രാഭിനയം, ഇവയുടെ സാധ്യതകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ കണ്ട വിഷ്വലിൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒന്ന് പറയാമോ? നങ്ങ്യാർകൂത്ത് നേരത്തെ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണ ചരിതം കഥയാണ് സാധാരണ നിലയിൽ ചെയ്യാറുള്ളത്. പിന്നീട് സ്ത്രീവേഷങ്ങളുടെ ഒരു വിപുലനത്തിന് വേണ്ടി കണ്ടെത്തിയ പാത്രങ്ങളാണ് ഈ മണ്ഡോദരി, ദ്രൗപദി പോലെയുള്ള കഥാപാത്രങ്ങൾ. നങ്ങ്യാർകൂത്ത് കൂടിയാട്ടത്തിൻ്റെ തന്നെ ഒരു ഭാഗമായ നിർവഹണമാണ്. അതുപോലെ തന്നെ ഇതര കൂടിയാട്ട രൂപങ്ങളിലും സ്ത്രീ പാത്രങ്ങൾക്ക് നിർവഹണമുണ്ടെങ്കിലും അത് നങ്ങ്യാർകൂത്ത് എന്ന പേരിട്ട് വിളിക്കാറില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നങ്ങ്യാർകൂത്തിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ എന്ന് പറയാം, നങ്ങ്യാർകൂത്തിൻ്റെ ആ ഘടനയിൽ തന്നെയാണ് ഈ മണ്ഡോദരിയുടെ നിർവഹണമായാലും ദ്രൗപദിയുടെ നിർവഹണമൊക്കെ ആയാലും അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒറ്റ കഥാപാത്രം തന്നെ, അതായത് ഒരു നടി തന്നെ എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് പകർന്നാടിയുള്ള ഒരഭിനയമാണ്. പകർന്നാട്ടം എന്ന് പറയുമ്പോൾ തന്നെ സ്ഥായിയായ കഥാപാത്രത്തിൻ്റെ ഭാവവും അവര് കഥ പറയുന്ന ഒരു നരേറ്ററായിട്ട് മാറുന്ന ഒരവസ്ഥയും അതോടൊപ്പം തന്നെ ഇതര കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് 3-4 ഘട്ടങ്ങളിലൂടെ ഈ നടിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പകർന്നാട്ടത്തിന് ഇപ്പോൾ ഉഷേജി വളരെ നന്നായി ചെയ്യുന്ന ഒരു ഐറ്റമാണ് ശിഖനി ശലഭം എന്ന കൂടിയാട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യാം. ശിഖിനി ശലഭം കൂടിയാട്ടത്തിൽ അർജുനന്റെ ആശ്രമവർണ്ണനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. നങ്ങ്യാർകൂത്ത് പോലെയുള്ള പകർന്നാട്ടങ്ങളിൽ ഇത്തരം ഭാഗങ്ങൾ ചില സമയത്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ആശ്രമ വർണ്ണന അഭിനയിക്കുന്ന സമയത്ത് ആശ്രമത്തിൻ്റെ പരിശുദ്ധി കാണിക്കാനായി ഈ ശലഭങ്ങൾ പറന്ന് തീക്കുണ്ടത്തിൽ വീണിട്ട് ആശ്രമത്തിൻ്റെ പരിശുദ്ധി കാരണം ആ ശലഭങ്ങൾ ചിറക് കരിയാതെ വീണ്ടും ഉയർന്നു പൊങ്ങിപ്പോകുന്ന ഒരു ഇത്. അത് ആദ്യം കൂടിയാട്ടത്തിന്റെ അഭിനയ സങ്കേതം അനുസരിച്ച് ആദ്യം കണ്ണുകൊണ്ട് മാത്രമാണ് അഭിനയിക്കുക, പിന്നീടാണ് കൈമുദ്രകൾ ഉപയോഗിച്ച് വരുന്നത്. ഇതിലെ വാചികാഭിനയം കുറവാണ് നങ്ങ്യാർകൂത്തിൽ. നങ്ങ്യാർകൂത്തിൽ വാചികാഭിനയം കുറവാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നരേഷനാണ്, കഥ പറയുകയാണ്. കഥ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഥാപാത്രം ഉച്ചരിക്കാൻ നിവർത്തിയില്ല. കാരണം നാടകകൃത്ത് പറയുന്ന കഥാപാത്രമാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ നാടകകൃത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അരങ്ങിലിരിക്കുന്ന നങ്ങ്യാരാണ് ഈ നങ്ങ്യാർകൂത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലുക ചെയ്യുന്നത്. ശിഖിനി ശലഭം കണ്ണുകൊണ്ട് മാത്രം, അതിൻ്റെ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതി മാത്രം കണക്കാക്കിയാൽ മതി. കാരണം മറ്റ് പൂർണ്ണതകളോടുകൂടി നമുക്ക് ചെയ്യാനുള്ള ഒരു പരിമിതി ഉണ്ടല്ലോ. അതെ, അത് കണ്ണിൻ്റെ ഒരു ചലനം മാത്രം അത് ചെയ്യാൻ പറ്റും. അത് ഏതാണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അസാധ്യം. കണ്ണിൻ്റെ വളരെ സൂക്ഷ്മ ചലനങ്ങൾ അതീവ ശ്രദ്ധയോടെ ഉഷേച്ചി അവതരിപ്പിച്ചത് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഉഷേച്ചി പറഞ്ഞ പോലെ തന്നെ കൂടിയാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാവങ്ങളെല്ലാം വളരെ നന്നായി പ്രകടമാക്കുന്നത് മിഴാവിൻ്റെ ഒരു അകമ്പടിയോടുകൂടിയാണ്. നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിൽ വലതുവശത്ത് വരുന്ന മിഴാവ് വായിച്ചത് ഉഷേച്ചിയുടെ ഭർത്താവായ HKK ഹരിഹരനാണ്, ഹരിഹരൻ സാറാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അഭിനയം എന്ന് പറയുന്നത് ഒരു ചെറിയ അഭിനയത്തിൽ കലാനിധി നാരായണൻ തുടങ്ങിയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അഭിനയം ചെയ്യുന്നത് ഒരു വലിയ ഓഡിയൻസിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതല്ല, അതൊരു ചെറിയ 50-60 ആൾക്കാർ അടങ്ങുന്ന ഒരു മുറിയിൽ ചെയ്യേണ്ട ഒന്നാണ്. ഇതിനോട് യോജിക്കുന്നുണ്ടോ?
കൂടിയാട്ടാഭിനയത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കൂടിയാട്ടവും നങ്ങ്യാർകൂത്തും ഒക്കെ തന്നെ സൂക്ഷ്മ അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യണതാണ്. ഇപ്പോൾ വേഷമാണെങ്കിലും വാദ്യ എല്ലാം ആണെങ്കിലും ഒരു കൃത്യമായ പരിധി വെച്ചിട്ട് അതിനകത്ത് കൃത്യമായ ചിട്ടകളോടുകൂടി അവതരിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, കൂടുതൽ ശാരീരിക അനക്കങ്ങളോടുകൂടി ശരീരചേഷ്ടകളോടെ അല്ലാതെ അവതരിപ്പിക്കുന്ന ഭാഗങ്ങൾക്കാണ് കൂടിയാട്ടത്തിൽ കൂടുതൽ. മാത്രമല്ല ബാഹ്യത്തെക്കാൾ ഉപരി ആന്തരിക ചോദനകളെ അല്ലെങ്കിൽ ആന്തരികതയാണ് കൂടുതൽ ഇതിൽ പ്രതിനിധാനം ചെയ്യുക. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ട് ഇപ്പോൾ ഓരോ പദവും എടുത്ത് ആ പദത്തിൻ്റെ അർത്ഥം വളരെ വിശദമായി അഭിനയിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കേ ഒരു പക്ഷേ കൃത്യമായി മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ഓഡിയൻസിനെ അഭിമുഖീകരിക്കും. ആന്തരികമായ ഈ ഒരു ഇതാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കഥാപാത്രമായി പൂർണ്ണമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്. കഥാപാത്രമായിട്ട് പൂർണ്ണമായി മാറുക എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന്റെ ബോധത്തോടു കൂടിയ നടിയാണ് എപ്പോഴും. പൂർണ്ണമായി മാറിയാൽ ബാക്കി നമ്മൾ ടെക്നിക്സ് ഒക്കെ മറന്നുപോകും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി മാറലില്ലെങ്കിലും പലപ്പോഴും അതുമായി താതാത്മ്യം ഉണ്ടാവുകയും തിരിച്ച് ഇതിലേക്ക് തന്നെ വരികയും ചെയ്യാം. അപ്പൊ അഭിനയത്തിലൊക്കെ നമ്മൾ മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറയും. ഒരുപാട് കാലം ഒരു നടൻ ആ കഥാപാത്രത്തിന്റെ പാസ്റ്റും ആ കഥാപാത്രത്തിന്റെ ശീലങ്ങളും എല്ലാം സ്വായത്തമാക്കി, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല വേറെ പല വികാരങ്ങളും എന്തൊക്കെ അയാളുടെ ചെറുപ്പകാലം എല്ലാം അതുപോലെ ഒരു റീസേർച്ചിലേക്ക് പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ പിന്നെ പറയുന്നത് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ മണ്ഡോദരി, അഹല്യ, ദ്രൗപദിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റീസേർച്ച് ചെയ്യാറുണ്ടോ? അല്ല, അവതരണത്തിന്റെ സമയത്ത് നമുക്ക് അതിനുള്ള ഒരു അവസരം ഇല്ല. അതല്ല, അതിനു മുൻപ് തീർച്ചയായിട്ടും പരമാവധി കിട്ടാവുന്നത്ര അവരെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ വായിക്കുകയും അതുപോലെ മറ്റുള്ളവരുമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവരുടെ ഭൂമിക എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇതൊക്കെ ചെയ്യാറുണ്ട്, പരമാവധി ചെയ്യാറുണ്ട്. മാത്രമല്ല കൂടിയാട്ടത്തിന്റെ ചിട്ടയിൽ നിന്നുകൊണ്ട് ഇത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ശരിക്ക് ഇതിൻ്റെ കർക്കശമായ ശിക്ഷണം തന്നെ അങ്ങനെയാണ്. വളരെ അകത്ത് നിന്ന് കൃത്യമായ ചിട്ടയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതിനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഠിനമായ സാധന ആവശ്യമുള്ള ഒരു കലയാണ് കൂടിയാട്ടം. പലപ്പോഴും ഒരു 12-14 വർഷത്തിന് ശേഷം അഭ്യസനത്തിന് ശേഷം, ദിവസവും ഉള്ള അഭ്യസനത്തിന് ശേഷമാണ് ഒരു കലാകാരൻ പലപ്പോഴും വേദിയിലെത്തുന്നത്. അപ്പോൾ ഉഷ ചേച്ചി അമ്മന്നൂർ മായ പരിശീലനം കൊണ്ടാണ് സ്വായത്തമാവുകയും ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അഭ്യാസത്തിലൂടെ ശീലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശരീരഭാഷയാണ്. പലപ്പോഴും നമ്മൾ ഈ കഥകളി ആചാര്യന്മാരും ഒക്കെ വളരെ കഠിനമായി ശിക്ഷിക്കുന്ന ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതിലും ഉണ്ടോ? കൂടിയാട്ടത്തിലും ശിക്ഷിക്കാം, അതിന് വിരോധമൊന്നുമില്ല. കാരണം ഒട്ടും അറിയാത്ത പ്രായത്തിലാണ് നമ്മൾ തുടങ്ങുക. സ്വാഭാവികമായിട്ടും വേദനകളൊന്നും നമുക്ക് സഹിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ നിർബന്ധം പലപ്പോഴും ചില സമയത്ത് വേദനിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള നിർബന്ധം പലപ്പോഴും ആവശ്യമായി വന്നേക്കാം. അതായത് ഇതിൻ്റെ ശിക്ഷണം എന്ന് പറയുന്നത് അടിക്കുകയോ അങ്ങനെയൊന്നും വേണമെന്നല്ല ഞാൻ പറയണേ. ശിക്ഷണം തന്നെ വേദനിപ്പിക്കുന്നതാണ്. അതായത് താഴ്ന്നു നിന്ന് കൈക്കുഴ ഇളക്കിക്കൊണ്ട് മുദ്രാഭിനയത്തിന് പാകമാക്കുന്ന ഒരു ശരീരമുണ്ടല്ലോ, അത് തന്നെ ഇതിൻ്റെ ട്രെയിനിങ് സിസ്റ്റം തന്നെ ശരീരം നല്ലോണം വേദനിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ്. അത് തീർച്ചയായും
ഇത്തരം പ്രത്യേകിച്ചും കൂത്ത് കൂടിയാട്ടം പോലെയുള്ള കലകളിൽ കുടുംബങ്ങളിൽ അഭ്യാസം നടന്നിരുന്നത് കൊണ്ട് കുറച്ചും കൂടി അടുപ്പമുണ്ട് ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ തമ്മിൽ. അതൊരു ശിക്ഷയായിട്ടോ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല. എനിക്ക് എൻ്റെ ശിക്ഷണം എന്ന് പറയുന്നത് അമ്മന്നൂർ ഗുരുകുലത്തിൽ ഞാൻ ആദ്യകാലത്ത് അവധി ദിവസങ്ങളിൽ മാത്രമാണ് പഠിക്കാൻ പോയിരുന്നത്. പിന്നീട് 90-കൾക്ക് ശേഷം എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് 8 വർഷത്തോളം അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന ഒരു രീതി വന്നത്. ആ സമയത്ത് ഞാനും ഇതുപോലെ സാധകക്രമങ്ങളൊക്കെ ശീലിച്ചിട്ടുണ്ട്. അമ്മന്നൂരാശാനായാലും വളരെ കൃത്യമായ പഠിപ്പിക്കുന്ന അദ്ദേഹം നടൻ എന്ന നിലയിലാണ് ഏറ്റവും കൂടുതൽ കൂടിയാട്ടത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ മാത്രമല്ല, അധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹം എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയെ അഭ്യസിപ്പിച്ചെടുക്കേണ്ടത് എന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചര്യകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ചായക്കൂട്ടിലെ ഒരു കമേഴ്സ്യൽ ബ്രേക്കിൻ്റെ സമയമാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം ചായക്കൂട്ടിൽ. സാറിനും ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പുചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. ചായക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ അതിഥി പ്രശസ്ത നങ്ങ്യാർകൂത്ത് കലാകാരിയായ ഉഷ നങ്ങ്യാർ. ഉഷേച്ചി, ചോദിക്കട്ടെ, ഇതിൻ്റെ സമൂഹപരമായ ഒരു പശ്ചാത്തലം കൂടിയാട്ടത്തിൻ്റെയും നങ്ങ്യാർകൂത്തിൻ്റെയും ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ഇന്ന് അതൊരു പെർഫോമിംഗ് ആർട്ടായി, അതേസമയം ഒരു അക്കാദമിക് തലത്തിലും സർവകലാശാലകളിൽ കൂടിയാട്ടം പഠിപ്പിക്കുന്നു. ഈ വളർച്ചയെ എങ്ങനെ കാണുന്നു? ഇത് എപ്പോഴും അതിൻ്റെ ട്രെൻഡ് നല്ലൊരു ട്രെൻഡ് തന്നെയാണോ, അല്ലെങ്കിൽ അതിന് തെറ്റായ വശങ്ങളുമുണ്ടോ? കൂത്തും കൂടിയാട്ടവും ക്ഷേത്രത്തിനകത്തുനിന്ന് പുറത്തു കടന്നതിന് ശേഷമാണ് ഹരീഷ് ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രസക്തി തന്നെയുള്ളൂ. കാരണം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ കീഴിൽ അവരുടെ തൊഴിലെന്ന നിലയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുപോന്നിരുന്ന കാലത്ത് ഭക്തി അല്ലെങ്കിൽ ഈ തൻ്റെ കുലത്തൊഴിൽ നിലനിർത്തി പോരണമെന്ന അവരുടെ ഒരു ഉറച്ച വിശ്വാസം മാത്രമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. കലയ്ക്ക് രണ്ടാമതേ അതിൽ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുറത്തിറങ്ങിയതോടുകൂടി കൂടുതൽ കാഴ്ചയ്ക്ക് പ്രാധാന്യം വരികയും സാമൂഹ്യ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂല്യങ്ങളെ നിലനിർത്തി അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാട്ട കലാകാരന്മാർക്കും വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഗുണത്തോടൊപ്പം ചില ദോഷങ്ങളും സംഭവിക്കുന്നുണ്ട്. കാരണം പഴയ രീതിയിൽ പൂർണ്ണമായ അത്രയും ഇതുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ അവതരണങ്ങൾ നമുക്ക് സാധ്യമാവണില്ല. പക്ഷേ എന്നിരുന്നാലും പൊതുവെ അതിൻ്റെ ഒരു ഘടനയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിൽ സാധ്യതയുള്ള ഭാഗങ്ങളെ എടുത്ത് കൂടുതൽ മുഴുപ്പിച്ച് കൂടുതൽ വ്യക്തതയോടെ കുറച്ച് സമയം കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്തു വരുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ കൂടിയാട്ടത്തിനേക്കാൾ കൂടുതൽ ആയിട്ട് നങ്ങ്യാർകൂത്ത് കൂടുതൽ വളരാനൊരു പക്ഷേ ഇതൊരു കാരണമായിട്ടുണ്ടാവാം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കഥ മുഴുവനാക്കി അവതരിപ്പിക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ എന്താ പറയുക അന്തസ്സത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ പകർന്നാട്ടത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാവുക, ഇതൊക്കെ ഇത്തരം അവതരണങ്ങളെ കൊണ്ട് സഹായകങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ്റെയാണ്. വളരെ ആക്റ്റീവായിട്ട് ഇത്തരം ശില്പശാലകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഉഷ ചേച്ചി. അപ്പോൾ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റിലെ ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റി കാലടിയിൽ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയാണ്. അപ്പോൾ ഈ കൂടിയാട്ടത്തിൻ്റെ സങ്കേതങ്ങൾ മറ്റ് കലകളിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഒരുപാട് പുറത്തും ഒക്കെ പോയി ഈ തിയേറ്റർ ഗ്രൂപ്പ്സുമായി ചേർന്ന് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കൂടിയാട്ടത്തിൻ്റെ കലകൾ, ഈ സങ്കേതങ്ങൾ മറ്റ് കലകളിലേക്ക് പകരുന്നത്? കൂടിയാട്ടത്തിൻ്റെ സങ്കേതങ്ങൾ ഇതര കലകളിലേക്ക് സംക്രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കൂടിയാട്ടം എന്ന് പറയുന്നത് കൃത്യമായും ഒരു തിയേറ്ററാണ്, നാടകം തന്നെയാണ്.
ഇപ്പോൾ സംസ്കൃത നാടകം അഭിനയിക്കുന്നുണ്ടെങ്കിലും നാടകത്തിനെ പ്രാധാന്യമില്ലാതെയാക്കി അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രസാഭിനയത്തിൽ കൂടുതൽ വ്യാപരിച്ചുകൊണ്ടാണ് ഈ നാടകരൂപം അവതരിപ്പിക്കപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കൂടുതലായും ഫോം എന്നതിലുപരിയായിട്ട് അതിനകത്ത് കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങളിലൂടെ അതിസൂക്ഷ്മമായിട്ടുള്ള സഞ്ചാരം എങ്ങനെയാണ് നടക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇതര രാജ്യങ്ങളിൽ നിന്ന് പോലും കൂടിയാട്ടത്തിൻ്റെ ഒരു പേര് അന്വേഷിച്ച് ഇവിടെ എത്താൻ ഒരുപക്ഷെ കാരണം ആയിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്ന ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബാഹ്യമായ ഒരു പ്രകൃതിയേക്കാൾ ഉപരി ആന്തരികമായ അവസ്ഥയെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കി കൊണ്ടുവരിക. അതായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ പുറമേയുള്ള ആളുകളെ തിയേറ്റർ എന്ന രീതിയിൽ ഇതിലേക്ക് ആകർഷിക്കാൻ പ്രധാനമായിട്ടുള്ളൊരു ഘടകം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരെ എന്താണ് ഇതിൻ്റെ അഭ്യാസക്രമം, ഈ അഭ്യാസക്രമം എങ്ങനെയാണ് കൂടിയാട്ടത്തിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് തന്നെ നൃത്ത നാടക രൂപത്തിൻ്റെ ആളുകൾ ഇന്ന് കൂടിയാട്ടം അന്വേഷിച്ച് വരുന്ന ഒരു പക്ഷേ ഇതുകൊണ്ട് തന്നെയായിരിക്കാം. മാത്രമല്ല ടെക്സ്റ്റ് സാഹിത്യം എന്ന രീതിയിലും ഇതിൽ ധാരാളം പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുതന്നെയായിരിക്കും ഒരു പക്ഷേ ഈ രൂപത്തിൻ്റെ വേരുകൾ അന്വേഷിച്ച് വരാൻ അവരെ നിർബന്ധിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പം ഞാനും ഈ തരം ശില്പശാലകൾ ഉഷചേച്ചി ചെയ്തപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിത്യജീവിതത്തിലെ വളരെ സാധാരണ സംഭവങ്ങൾ പോലും ഈ പുരാണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിത്യജീവിതത്തിലെ സംഭവങ്ങൾ പോലും വളരെ പിക്ചറസ്ക് ആയിട്ട് ഉഷചേച്ചി അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പ്രകൃതി ദൃശ്യം ഒന്ന് കാണിക്കാമോ? അതൊരു പക്ഷേ ലോകധർമ്മി നാട്യധർമ്മി എന്ന് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ആ ശില്പശാലയിൽ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം സ്വാഭാവികമായി നമ്മൾ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളെ അതേപടി പകർത്തുകയാണ് മുദ്രകളിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അത് കുറച്ച് നിയമങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ ഇത് ലോകധർമ്മിയാണ്, സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇതാണെങ്കിൽ ഇത് നാട്യധർമ്മിയായിട്ടാണ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ലോകത്തിൽ കാണുന്ന വസ്തുക്കളെ നിരീക്ഷിച്ചിട്ട് നമുക്ക് നമ്മുടെ അഭിനയത്തിൽ കൂട്ടിക്കലർത്താൻ പറ്റുന്നതാണ് സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഈ പക്ഷികൾ ഫലങ്ങളിൽ നിന്ന് കൊത്തി തിന്നുന്ന ഇതാണെങ്കിൽ ഫലം എന്ന് ഇങ്ങനെയാണ് കാണിക്കുക. ഈ ഫലത്തിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ പക്ഷികളായാലും മൃഗങ്ങളായാലും ഒക്കെ തന്നെ അതിസൂക്ഷ്മമായിട്ട് അവരുടെ ചലനങ്ങളെ നിരീക്ഷിച്ചിട്ടും അല്ലെങ്കിൽ എങ്ങനെയാവാം അവർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഒന്ന് കണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളെ സാധാരണ രീതി വിഷയങ്ങൾ, ആ കഥാപാത്രം ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരിക്കാം എന്നുള്ള കാര്യങ്ങളെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനാണ് ഞാൻ ഈ ഫോമിനെ ഉപയോഗിക്കുന്നത്, ഈ ഫോമിലൂടെ അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകളും നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ നോക്കി കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള സംഭവങ്ങളെയും ഒക്കെ വിശദമായിട്ട് ഇതിലൂടെ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ചേർക്കാൻ ശ്രമിക്കാറുമുണ്ട് ധാരാളമായിട്ട്. ഇപ്പം സാമൂഹ്യപരമായ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത് ഈ ചാക്യാർ സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ കല
ഇപ്പോൾ ഇതര സമുദായങ്ങളിലെ കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് വേദികളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സ്വാഗതപൂർവമായ ഒരു ട്രെൻഡാണോ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. കാരണം ഈ ജാതിയിലുള്ള ആളുകൾ ഒരുപക്ഷെ ഏതോ കാലത്ത് ഇതിൽ നിന്നൊരു പ്രതിഫലമില്ലാത്തത് കൊണ്ടോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടോ ഇത് മാറിപ്പോയതായിരിക്കാം. പിന്നീട് 65-ൽ ഇതിൻ്റെ ഏതാണ്ട് ഒരു നാശം വന്ന സമയത്താണ് ഇത് പുറത്തു കൊണ്ടുവരുന്നതും 65-ൽ ചാക്യാർ നങ്ങ്യാരല്ലാത്ത ഇതര ആളുകൾ ഇതിനകത്തേക്ക് വരികയും ചെയ്തു. പുതിയ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം കലയെ അടുത്തറിയാനും കലയെ നല്ലവണ്ണം മനസ്സിലാക്കാനും അതിനെ അർപ്പണബുദ്ധിയോടുകൂടി കണ്ട് പ്രവർത്തിക്കാനും ആളുകൾ വരിക എന്നുള്ളത് തന്നെയാണ് ഒരു കലാരൂപത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിലനിൽപ്പിന് തന്നെ ആവശ്യമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണത്. പക്ഷേ അവർക്ക് ധാരാളം വേദികൾ ഉണ്ടാവണം, അവരെ വളർത്താൻ ആളുകൾ വേണം, കൃത്യമായിട്ടും അവർ സംരക്ഷിക്കപ്പെടണം. അതാണ് ഇന്ന് ഏറ്റവും അധികം കുറവായിട്ട് കാണുന്നത്. ശരി. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു നല്ല വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവരൊക്കെ നല്ല പഠിച്ചിട്ടുള്ള ആൾക്കാരാണോ, ബിഗിനേഴ്സാണോ അവർ കൂടെ പഠിക്കുന്നതൊക്കെ? എല്ലാവരുമല്ല, ചില കുട്ടികൾ മാത്രം അതിൽ മുൻപ് പഠിച്ചിട്ടുള്ളവരാണ്. ഇത് ശ്രീകൃഷ്ണപുരത്ത്, പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് നാട്യശാസ്ത്രയിൽ നടന്ന ഒരു വർക്ക്ഷോപ്പിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. അവിടെ കൂടിയാട്ടം ഒട്ടുമറിയാത്ത ആളുകളും കണ്ടു പരിചയിച്ച ആൾക്കാരുമൊക്കെ വന്നിട്ടാണ് അംഗങ്ങളായിട്ടുള്ളത്. വളരെ നല്ല പ്രതികരണമാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ നാട്യശാസ്ത്രയിൽ കണ്ട് തന്നെ ഒരു പല ശില്പശാലകളിലും ഇപ്പോൾ ഇത് ഭരതനാട്യം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് വന്ന് കൂടുതൽ പഠിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഈ നിങ്ങളുടെ ശില്പശാലകളെല്ലാം തന്നെ സാധാരണക്കാരെ കൂടുതൽ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശില്പശാലകളാണ്. അതെ. കൂടിയാട്ടം പൊതുവെ പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. പഠിച്ച് അവതരിപ്പിക്കുക മാത്രമല്ല, കാണാനുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു കർമ്മം കൂടി ചെയ്യണം. സത്യം പറഞ്ഞാൽ പുറമേയുള്ള ആളുകളുടെ കാഴ്ചബോധത്തിനെ കൂടി നമ്മൾ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലാണ് കൂടിയാട്ടത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്കാർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുക തന്നെ നിവൃത്തിയുള്ളൂ. ഇപ്പം നേരത്തെ ആ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള അയിത്തങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ചാക്യാർ ഇതര സമുദായങ്ങളിലെ ആൾക്കാർക്ക് ഇപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. താങ്കളുടെ കാര്യം പറഞ്ഞാൽ തന്നെ താങ്കൾ ശ്രീ VKK ഹരിഹരനെ നമ്പ്യാർ സമുദായത്തിലെ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കല്യാണം കഴിച്ചതിന് ശേഷം താങ്കൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന പല ക്ഷേത്രങ്ങളിലും താങ്കൾക്ക് പോലും പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയന്ത്രണങ്ങളുണ്ടായി. നിയന്ത്രിച്ചിട്ടൊന്നുമില്ല, ആരും വരരുതെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല എൻ്റെ കുടുംബം പക്ഷെ അതിനുശേഷം അവർ വിളിക്കാതെയായി ചെയ്യാറില്ല. അതിന് ഒരു പക്ഷേ കാരണം എനിക്ക് തോന്നുന്നത് പൊതുവെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ആചാരങ്ങളുണ്ട്. മാത്രമല്ല കൂത്തമ്പലങ്ങളിൽ കൃത്യമായും കാലങ്ങളായി ഒരു കുടുംബം തന്നെ അടിയന്തരം നടത്തിക്കൊണ്ടുപോരുന്ന സ്ഥലങ്ങളാണ്. കേരളത്തിന് തെക്കോട്ട് ഉള്ള ക്ഷേത്രങ്ങൾ, കേരളത്തിലെ തെക്ക് ഭാഗത്തുള്ള തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ഒരു പ്രശ്നമില്ല. കൂത്തമ്പലത്തിനകത്ത് ആര് കയറിയാലും പ്രശ്നമില്ല. നേരെ മറിച്ച് വടക്കുള്ള ചില ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിലാണ്. അത് നമ്മൾ പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം കൃത്യമായും അവർക്ക് ആ ക്ഷേത്രത്തിൽ അടിയന്തരം നിലനിർത്താൻ അവരുടെ പിൻതലമുറയെ അവിടെ കാണിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ എതിര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാത്രമല്ല ക്ഷേത്രത്തിനകത്ത് മാത്രം വളർന്ന ആളല്ല ഞാൻ. ക്ഷേത്രത്തിന് പുറത്തും ഒരുപക്ഷെ പുറത്തായിരിക്കാം കൂടുതൽ വേദികൾ ചെയ്തിട്ടുണ്ടാവുക. അതൊരു പ്രശ്നമായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതലായിട്ട് പറയാനുള്ളത് ഉഷേച്ചിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻസാണ്. കന്യകൾ എന്ന പ്രോജക്റ്റിൽ ദ്രൗപദി, അഹല്യ, മണ്ഡോദരി തുടങ്ങിയ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഈ ഇതിലേക്കൊന്ന് തിരിച്ചു വരാം. എങ്ങനെയായിരുന്നു ഈ ഒരു അനുഭവം? അപ്പോൾ പലപ്പോഴും അവഗണിക്കപ്പെട്ട ഈ കഥാപാത്രങ്ങൾ സാഹിത്യത്തിൽ ഇവർക്ക് ഒരു പുനർജീവനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് താങ്കൾ നങ്ങ്യാർ കൂത്തിൽ ഇവരെ വീണ്ടും അവതരിപ്പിച്ചത്. അപ്പോൾ ഇതേക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. പൊതുവെ കൂടിയാട്ടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക്
ചെയ്യാനുള്ളത് പുരുഷ പാത്രങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അത് നാടകത്തിൻ്റെ സ്വഭാവമാണ് അങ്ങനെ. അതായത് ഇതിവൃത്ത നിർവഹണത്തിന് മാത്രം സ്ത്രീ പാത്രങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു രീതി കൂടിയാട്ടത്തിലുണ്ട്. മാത്രമല്ല 80കളിലൊക്കെ തന്നെ കൂടിയാട്ടത്തിൽ പഞ്ചകന്യകകൾ രംഗത്ത് പതിവില്ല എന്ന് വാമൊഴിയായിട്ട് ഒരു പറയൽ ഉണ്ടായിരുന്നു. പക്ഷേ രാമചാക്യാരാശാൻ അതിനു മുമ്പേ സീത തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളെ രംഗത്ത് കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല നമ്മുടെ പഴയ കാല ക്രമദീപികകളും ആട്ടപ്രകാരങ്ങളും വായിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് മണ്ടോദരി പുറപ്പെടുന്നതിനെക്കുറിച്ചും മണ്ടോദരിയുടെ വിശദമായ നിർവഹണത്തിനെ കുറിച്ചുമൊക്കെ കൃത്യമായ രേഖകൾ നമുക്കുണ്ട്. അപ്പോൾ ആ രേഖകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മണ്ടോദരി രംഗത്തുണ്ടായിരുന്നു. ഈ പഞ്ചകന്യ എന്ന് പറയുന്നവരില്ല എന്ന് പറഞ്ഞാൽ മഹാഭാരതം രാമായണം തുടങ്ങിയ പ്രധാന സ്ത്രീ പാത്രങ്ങളൊന്നും രംഗത്ത് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഉപനായികമാരായി നിൽക്കുന്ന കഥാപാത്രങ്ങൾക്ക് രംഗത്ത് സ്വാധീനമുള്ളൂ. പക്ഷേ ഇത് തെറ്റാണെന്നും ഒരിക്കലും രംഗത്ത് അവതരിപ്പിക്കരുത് എന്നല്ല, അവതരിപ്പിക്കാറില്ല എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും അതിനെ പ്രയോഗിച്ചു കാണുന്നത്. മാത്രമല്ല അങ്ങനെ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം കഥാപാത്രങ്ങൾക്ക് വളരെയധികം സാധ്യതകൾ രംഗത്തുണ്ടെന്നും ഇത്തരം മണ്ടോദരി പോലുള്ള കഥാപാത്രങ്ങൾ പണ്ട് കാലത്ത് ഇവിടെ ചെയ്തിരുന്നു എന്നുള്ളതിനൊക്കെ നമുക്ക് തെളിവ് കിട്ടുന്നത്. അപ്പോഴും ഒരു വളരെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷനാണ് കാത്യായനി പ്രവേശം, കാത്യായനി ദേവിയുടെ പുറപ്പാട്. അപ്പോൾ സാധാരണ മിഴാവാണ്. അപ്പോൾ ഇതിൽ ഈ പുറപ്പാടിൽ തായമ്പകയോട് കൂടിയാണ് അല്ലേ, പഞ്ചവാദ്യത്തോടു കൂടിയാണ്. അതെന്തായിരുന്നു ആ ഐഡിയ? അത് പൊതുവെ സ്ത്രീ പാത്രങ്ങൾക്ക് അമ്മയായാലും അല്ലെങ്കിൽ ഒരു നായികയുടെ വേഷമാണെങ്കിലും അല്ലെങ്കിൽ സഖി പാത്രമാണെങ്കിലും സ്ത്രീ വേഷങ്ങളെല്ലാം കാഴ്ചയിൽ ഒരുപോലെയാണ്. ഇപ്പോൾ പച്ച, കത്തി, കരി, താടി എന്നൊക്കെയുള്ള ഒരു വിഭജനം സ്ത്രീ വേഷങ്ങൾക്കില്ല. എന്നും ഒരേ കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരേ കാഴ്ചയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് കാർത്തിയായനി അല്ലെങ്കിൽ ഗൗരി എന്നീ 2 കഥാപാത്രങ്ങൾ ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളാണ്. അത് ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം വരികയും സുഭദ്രാ ധനഞ്ജയത്തിൽ കാർത്തിയായനി എന്നൊരു കഥാപാത്രം ഉണ്ടെന്നും വേഷത്തിന് കുറച്ച് മാറ്റമുണ്ടെന്നും തിരിച്ചറിഞ്ഞത്. എന്നിട്ട് നാടകം നോക്കിയപ്പോൾ ഈ വേഷത്തിൻ്റെ പ്രാധാന്യത്തോടൊപ്പം തന്നെ ചൊല്ലുന്നതിൽ സാധാരണ സ്ത്രീ വേഷങ്ങൾ പ്രാകൃതമാണ് ഉപയോഗിക്കുന്നത്. ഇത് ദേവി സംസ്കൃതമാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ സംസ്കൃതത്തിൽ തന്നെ ഉച്ചാരണവും വേഷം പച്ചയും ചുട്ടിയും ഒക്കെ ആയിട്ട് ഉള്ള വേഷങ്ങൾ വരും. മാത്രമല്ല കുറച്ചും കൂടിയും ഈ പാണി തുടങ്ങിയ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര സംസ്കാരത്തോടു കൂടി തന്നെയാണ് രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കൊടയും ആലവട്ടമൊക്കെ പിടിച്ച് നല്ല ആഘോഷത്തോടു കൂടി വരുന്ന ദേവിയായിട്ടാണ് കാർത്തികേയനി പുറപ്പാടിൽ ചിത്രീകരിക്കുന്നത്. വേദിയിൽ നിന്ന് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകുന്നു. വേഷം കെട്ടി അണിയറയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോവുകയും ക്ഷേത്രത്തിനകത്ത് നിന്ന് പാണി കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിച്ചൊരു ബിംബം കൊണ്ടുവരുന്ന പോലെ തന്നെ പുറത്തേക്ക് വന്ന് അരങ്ങിൽ വരികയും നാടകഭാഗങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് തന്നെ പോവുകയും ചെയ്യുക. ആ ഒരു ചിട്ടയിലാണ് കാർത്തികേയനി പുറപ്പാട് രംഗത്ത് അവതരിപ്പിക്കുന്നത്. ഇത് കൃത്യമായും പഴയ ലിഖിതമായിട്ട് തന്നെ ഓലകളിൽ ഇന്നും ഇരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് കാർത്തികേയനി പുറപ്പാട്. അപ്പോൾ മണ്ടോദരിയുടെ നിർവഹണത്തിന്റെ ഒരു ഭാഗം നമുക്ക് വീണ്ടും ഇപ്പോൾ കാണാം. ഓക്കെ.
ഈ ദൃശ്യം കണ്ടപ്പോൾ വളരെ ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഉഷേച്ചിയാണ് കാണുന്നത്. ആ ആഹാര്യത്തിനും എന്നോട് സംസാരിക്കുന്ന എനിക്ക് ഒരുപക്ഷെ ആ വേഷമിട്ടാൽ അവിടെ പോയി ഉഷേച്ചിയോട് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെ എനിക്കറിയില്ല. ഈ ഒരു മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഈ അഭിനയത്തിലായാലും അത് കൊണ്ടുവരുന്നുണ്ട്, ആ ആഹാര്യത്തിലായാലും വരുന്നുണ്ട്? എനിക്കറിയില്ല, ഒരുപക്ഷെ വേഷപ്പകർച്ച എന്നൊക്കെ പറയണതായിരിക്കാം ചിലപ്പോൾ. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ പുരാണ കഥയാണ് അവതരിപ്പിക്കുന്നത്, പുരാണ കഥാപാത്രങ്ങളെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന, നിങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ ലോകത്തിൻ്റെ സാമൂഹ്യ മാറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ കണ്ടംപററി ആയിട്ടുള്ള ആളാണ്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പുരാണ കഥാപാത്രങ്ങളും പുരാണങ്ങളും ഒക്കെയാണ്, അപ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തി ഉണ്ടോ? തീർച്ചയായിട്ടുണ്ട്. എനിക്ക് തോന്നണേ പുരാണ കഥകളും പുരാണ കഥാപാത്രങ്ങളും എത്ര തരത്തിൽ വ്യാഖ്യാനിച്ചാലും അതിനൊരു പക്ഷേ അവസാനം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് അതാത് കാലഘട്ടത്തിനനുസരിച്ച് അതാത് കാലത്തിൻ്റെ പ്രത്യേകതകൾ ഉപയോഗിച്ച് നമ്മളുടെ ചിന്താരീതികളെ അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ പുരാണ കഥാപാത്രങ്ങളോളം സാധ്യത ഒരുപക്ഷെ പുതിയ ഒരാശയത്തെ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് കാലാകാലങ്ങളായിട്ട് ഈ കലാരൂപങ്ങൾ ഇതേ ബലത്തോടു കൂടി തന്നെ നിലനിൽക്കും. അതിനോട് തന്നെ ചേർത്തുകൊണ്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ കഥകളിയിലും എല്ലാം പുതിയ ആധുനികമായ പല കഥകളും വരുന്നുണ്ട്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെടുത്ത് പോലും കഥകളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ കൂടിയാട്ടത്തിൽ സാധ്യമാണ്? കൂടിയാട്ടത്തിൽ അടുത്ത കാലത്ത് ഇത്തരം പരീക്ഷണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. കൂടിയാട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടിയാട്ടം കഥകളിയൊക്കെ തന്നെ തുടർച്ചകൾ ഉണ്ടായാൽ മാത്രമാണ് ഇതിന് ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവുക. നമ്മൾ കൂടിയാട്ടത്തിനെയും മറ്റും പരമ്പരാഗതമായിട്ടുള്ള ഒരു കല അല്ലെങ്കിൽ കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു കല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് തുടർച്ച ഉണ്ടാവണം. തുടർച്ച ഉണ്ടായാൽ തന്നെ ഇത്തരം അതിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം തന്നെ നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തുടർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് പുതിയ കഥകൾ ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ഞങ്ങളെപ്പോഴും പറയാറുള്ളത്. ഒരുപാട് ഇങ്ങനെ പുതുമ ചെയ്യല്ല വേണ്ടേ, ഉള്ളതിനെ നിലനിർത്താൻ എന്താണ് വഴി, അത് കൂടുതൽ പ്രാവശ്യം അരങ്ങിൽ അവതരിപ്പിക്കാൻ എന്താണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു അന്വേഷണവും. ശരി. ഇപ്പോൾ യുനെസ്കോയുടെ ഒരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു പാരമ്പര്യ കല എന്ന ഒരു ബഹുമതി കൂടിയാട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു ഹെറിറ്റേജ് ആർട്ടാണ്. അപ്പോൾ ലോക നാടകവേദിയിൽ കൂടിയാട്ടത്തിന് ഇന്നുള്ള സ്ഥാനം എന്താണ്? ലോക നാടകവേദിയിൽ കൂടിയാട്ടത്തിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്ന സ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ നൃത്ത നാടക പ്രവർത്തകർ മുഴുവൻ ഒരുവിധം ആളുകളും ഇപ്പോൾ കൂടിയാട്ടത്തിൻ്റെ ട്രെയിനിങ് സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ കൂടിയാട്ടത്തിൻ്റെ തിയേറ്ററിക്കൽ സ്വഭാവത്തിനെയും കൂടിയാട്ടത്തിലെ അഭിനയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും ഉയർന്നൊരു സ്ഥാനം തന്നെയാണ് ആ കലാരൂപത്തിനുള്ളത്. പക്ഷെ എത്രത്തോളം അത് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിലൊരു ചോദ്യമാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, അതിന് കൃത്യമായിട്ടൊരു സമുദായം ഉണ്ടായിരുന്നു സംരക്ഷിക്കാൻ. ഇന്ന് അതിനെ കേന്ദ്രീകരിച്ച് തീർച്ചയായും ഗവൺമെൻറ് പോലെയുള്ള സംവിധാനങ്ങളാണ് അത് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. സംഗീത നാടക അക്കാദമിയൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും കൂടുതൽ എന്തെങ്കിലും ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ഈ ഏറ്റവും നല്ല ലോകത്തെ തന്നെ ദൃശ്യരൂപങ്ങളോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രംഗാവതരണവും നൂതന സങ്കേതങ്ങളുമുള്ള ഈ കൂടിയാട്ടവും അതിനോട് ചേർന്നുള്ള നങ്ങ്യാർകൂത്തും കൂടുതൽ പ്രശസ്തിയും മുകളിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചായക്കൂട്ടിൽ ഇന്ന് വിട പറയുന്നു. നാളെ പുതിയ അതിഥിയുമായി വീണ്ടും കാണാം. ഉഷ ചേച്ചിക്ക് നന്ദി പറയുന്നു. താങ്ക് യു ഉഷ ചേച്ചി.